ദിനവും മനമേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ. ദിനവും മനമേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ. അതിധൈര്യമായി കൃപാസനത്തിൻ അന്തികത്തിൽ ചെന്നു നീ. അതിധൈര്യമായി കൃപാസനത്തിൻ അന്തികത്തിൽ ചെന്നു നീ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 28-ാമത്തെ വാക്യം, കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാനുണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കയത്രേ വേണ്ടത് എന്നുള്ള വചനമാണ്. ഈ വാക്യത്തിനുള്ളിൽ പൗലോസ് 2 അതിപ്രധാനമായ പദങ്ങളാണ് ഓർമ്മപ്പെടുത്തി ഉണർത്തുന്നത്. ഒന്ന്, കള്ളൻ ഇനി കക്കുന്നവനായി തീരാതിരിക്കട്ടെ എന്നുള്ള പദമാണ്. ആ പദം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് 25 മുതലുള്ളതായ വാക്യങ്ങൾ നാം പരിശോധിച്ചു നോക്കുമ്പോൾ വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്ന പദം, ഒരു ശരീരത്തിൻ്റെ 2 അവയവങ്ങൾ തമ്മിൽ പൊരുത്തപ്പെട്ട് മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ അവൻ്റെ ലക്ഷ്യപ്രാപ്തിയിൽ അവനെത്തുവാൻ കഴിയുകയുള്ളൂ എന്നതോർത്ത് നാം തമ്മിൽ അവയവങ്ങളാണെന്നോർത്തുകൊണ്ട് പോഷ്ക് ഉപേക്ഷിച്ച് കൂട്ടുകാരനോട് സത്യം സംസാരിക്കുന്നവരും പാപം ചെയ്യാതെ കണ്ട് പാപത്തോട് അകന്നു പാർക്കുവാൻ നിങ്ങൾ ഉത്സാഹിക്കുകയും ചെയ്യുന്നു എങ്കിൽ മാത്രമേ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മുൻപോട്ട് കഴിക്കുവാനായി കഴിയുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ പദത്തിനുള്ളിൽ ചെയ്തിട്ടുള്ളത്. എന്ന് വച്ചാൽ, ഒരു ശരീരത്തിൻ്റെ 2 അവയവങ്ങൾ തമ്മിൽ പൊരുത്തപ്പെട്ട് ജീവിക്കുന്നത് പോലെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ പരസ്പരം സ്നേഹത്തിലും ഐക്യതയിലും ജീവിതം മുൻപോട്ട് കഴിക്കുന്നെങ്കിൽ മാത്രമേ അവർക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. എങ്കിൽ മാത്രമേ അവർക്ക് നന്മ അനുഭവിപ്പാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. കക്കുന്ന നിന്റെ പ്രവൃത്തി, പാപം ചെയ്യുന്ന നിന്റെ പ്രകൃതി, പോഷ്ക് പറയുന്ന നിന്റെ ശൈലികൾ, കൂട്ടുകാരനോട് സത്യം സംസാരിക്കാത്തതായ നിന്റെ പ്രകൃതികൾ, ഈ വിധത്തിലുള്ളതെല്ലാം പൂർണ്ണമായി നീ എടുത്തു മാറ്റിക്കൊണ്ട് ഏകോദര സഹോദരങ്ങളെപ്പോലെ പരസ്പരം കാര്യങ്ങൾ സംസാരിക്കുന്നവരും ആ നിലയിൽ ഐക്യതയോടും സ്നേഹത്തോടും കൂടി മുൻപോട്ട് യാത്ര ചെയ്യുന്നവരുമായി നിങ്ങൾ തീരുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ സൃഷ്ടിതാവായ ദൈവത്തിങ്കിലേക്ക് നിങ്ങളെ അടുപ്പിക്കുവാനും ആ തലത്തിൽ നിങ്ങൾ നന്മകളും അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ മക്കളും എന്ന നിലയിലേക്ക് നിങ്ങൾക്ക് കടന്നു വരുവാൻ കഴിയുകയും ചെയ്യുന്ന ഒരനുഭവമായി തീരുമെന്നും ഇവിടെ വിശുദ്ധ പൗലോസ് എഫേസ്യ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തി ഉണർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചനത്തോട് ചേർത്ത് നാം ചിന്തിക്കേണ്ടതും നാം മനസ്സിലാക്കേണ്ടതും നാം ജീവിക്കേണ്ടതും എന്താണെന്ന് ചോദിച്ചാൽ, ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കേണ്ടവർ തമ്മിൽ ഒരിക്കലും അകന്നു പോകുവാൻ പാടില്ലെന്നും പാപത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിച്ച നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ദൈവത്തിങ്കൽ നിന്ന് നാം അകന്നു പോകാതിരിക്കേണ്ടതിന് പാപം ചെയ്യാതിരിപ്പാൻ സൂക്ഷിക്കണമെന്നും നാം വിടേണ്ടതിനെ പൂർണ്ണമായി വിടുകയും സ്വീകരിക്കേണ്ടതിനെ പൂർണ്ണമായി സ്വീകരിക്കുകയും ചെയ്യുവാൻ തയ്യാറാകുന്നു എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൈവിക നന്മയ്ക്ക്
അത് കാരണമായി തീരുക തന്നെ ചെയ്യും എന്ന് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് മുൻപോട്ട് കഴിക്കാം. അതിന് സർവശക്തിയുള്ള ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ ഒരിക്കലും ദൈവത്തിങ്കൽ നിന്ന് അകന്നുപോയി പാപം ചെയ്യുന്നവരായി തീരാതെ ഞങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഈ ദൈവവചന ചിന്ത കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.